ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ആയിരിക്കാൻ ഈ പ്രഭാത ധ്യാന ചിന്തയോടെ ബന്ധത്തിൽ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് വലിയവനായ ദൈവത്തിന് സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, മോഷ്ടിക്കരുത്, യു നോട്ട് സ്റ്റീൽ. അതിൽ നിന്ന് ചില സത്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. 6 കാര്യങ്ങൾ നാം അതിൽ നിന്ന് ചിന്തിച്ചു. ഇന്ന് നമുക്ക് 7-ാമത്തെ ഒരു കാര്യം കൂടെ ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. 7-ാമത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ഒരു കാര്യം, only when needed to prevent actual starvation is theft tolerated by God. ഒരു വ്യക്തി പട്ടിണി കൊണ്ട് ഒന്നുമില്ല, കയ്യിൽ ഭക്ഷിപ്പാനില്ല, കുടിപ്പാനില്ല, വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുകയാണ്. എന്നാൽ തൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി എന്തെങ്കിലും താൻ മറ്റുള്ളവരുടെ എടുത്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു, അത് ദൈവം അവനിൽ കണക്കിടാതെ പോകും എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. God gives mercy and grace to the starving thief. ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒരു കള്ളന് വലിയവനായ ദൈവം കരുണയും അതുപോലെ തന്നെ അനുഗ്രഹവും ചൊരിയും. ദൈവം പറയുന്നത്, ഒരു പട്ടിണി പാവമായിരിക്കുന്ന, ഒരു ദാരിദ്ര്യം കൊണ്ട് നിൽക്കുവാൻ വയ്യാത്ത ഒരു വ്യക്തിയുടെ മേൽ എപ്രകാരം ദയ അല്ലെങ്കിൽ കരുണ കാണിക്കണം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാം. നാം സദൃശവാക്യം 6-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. സദൃശവാക്യം 6:30. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. ദൈവം പറയുകയാണ്, ശലോമോൻ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പറയുന്ന ഒരു കാര്യമാണ്, കള്ളന് വിശന്നു, അവൻ വിശപ്പടക്കാൻ വേണ്ടിയാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ അത് അവനോട് ആരും ചോദിക്കുകയില്ല, അതവന് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അത് ചെറിയ വിചിത്രമായിട്ടാണ്. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം, തൻ്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. പക്ഷേ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ എന്താണ് കൊടുക്കുവാനായിട്ട് ഇരിക്കുന്നത്? ഒന്നുമില്ല. അവൻ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ഒരു വ്യക്തി ദാരിദ്ര്യം കൊണ്ട് അല്ലെ വിശപ്പടക്കുവാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവൻ മോഷ്ടിക്കാതെ തന്നെ വിശപ്പടക്കുവാനായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ അവനുണ്ടായിരിക്കണം. അത് മോഷ്ടിക്കാതെ വിശപ്പടക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് സഭയും അതുപോലെ തന്നെ ചില വെൽഫെയർ
കമ്മിറ്റികളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ അവരാണ് അത് ചെയ്യേണ്ടത്. ഗീവ് ടു ചാരിറ്റീസ് ടു ഹെൽപ്പ് ദോസ് ഹൂ ആർ ഹംഗ്രി. ഇപ്രകാരം വിശപ്പടക്കുവാൻ നിവൃത്തിയില്ലാതെ വിശന്നു വലയുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവർക്ക് ചാരിറ്റി നാം കാണിക്കണം, അവരോട് നമുക്ക് സ്നേഹം കാണിക്കണം. ശലോമോൻ സദൃശവാക്യം 11:24 ഇപ്രകാരമാണ് വായിക്കുന്നത്. നമുക്ക് സദൃശവാക്യം 11:24. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. വാരി വിതറി കൊടുക്കുന്നവന് ദൈവം വർധനവുകൾ നൽകും. നമുക്കുള്ളത് നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കണം. എന്നാൽ മറ്റൊരുത്തൻ അത് ന്യായവിരുദ്ധമായി ലോപിച്ചു വെച്ചു, പിശുക്കനാണ്. അവന് കിട്ടുന്നത് ആർക്കും കൊടുക്കാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അത് സേവ് ചെയ്യുകയും ബാങ്കിൽ കൂട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് ഞെരുക്കമേയുള്ളൂ എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസി ഇങ്ങനെ ചിന്തിക്കരുത്, സർക്കാർ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന്. ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒരു ഗവൺമെൻറ് ഇങ്ങനെയുള്ളവർക്ക് നന്മകൾ അല്ലെങ്കിൽ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കും എന്ന്. ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് അവരെ പറ്റി. നാം ഒരിക്കലും ഇപ്രകാരം ചിന്തിക്കരുത്, നാം ആയിരിക്കുന്ന ഗവൺമെൻറ് ഈ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന്. അതുകൊണ്ട് വിശ്വാസികൾക്ക് ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരിക്കലും ഒരു ഗവൺമെൻറ്റിന് അങ്ങനെ മുഴുവനായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. നാമും നമ്മുടെ കുഞ്ഞുങ്ങളും സുഖലോലുപന്മാരായിട്ട് ജീവിക്കുന്നു. ആവശ്യമുള്ളവർക്ക് വേണ്ടി നാം ഒന്നും കൊടുക്കുന്നില്ല. ആവശ്യമുള്ളവരുടെ മേൽ നാം ദയ കാണിക്കുന്നില്ല. പാവപ്പെട്ടവരോട് നാം ദയ കാണിക്കുന്നില്ല. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? സ്നേഹവും ദയയും രണ്ട് മസിലുകളാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ആ മസിലുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കും. അതുകൊണ്ട് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരിക്കുന്നവർക്ക് നാം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ മോഷണത്തിൽ നിന്ന് മാറി നിൽക്കും. ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം അങ്ങനെ ചെയ്യുവാൻ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ആത്മമിത്രം